Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ അത് എന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അൺബോക്സിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ വീഡിയോസ് വരും. അപ്പൊ അതില് 100% ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും വരിക. നമ്മളൊരു കമ്പനിയിൽ നിന്ന് അവരെ ഫേവർ വെച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ടി വരും. ഞാനതല്ല, ഞാൻ പേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഫ്രീ തരുന്നതല്ല. അതുകൊണ്ട് തന്നെ 100% സത്യസന്ധമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഉണ്ടാവുക. ഇത് പുറമെ ഇത് കഴിഞ്ഞ് ഒരു 1 month യൂസ് ചെയ്തിട്ട് ഞാൻ പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോന്റെ കൂടെ പറയും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതെന്താ സാധനം അറിയാം? ഇത് വ്ളോഗേഴ്സ് മൈക്കാണ്, ഗ്രനാരോ. ഞാൻ ഗ്രനാരോ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് കംപ്ലൈന്റ് ആയി. കാരണം എന്താ വെച്ചാൽ അതൊരു 2-2.5 കൊല്ലം എന്റെ വ്ളോഗിങ് പാർട്ട്ണർ ആയിരുന്നു. ബട്ട് അതിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓൺ ആവാണ്ട് അങ്ങനെ ആയി. പക്ഷെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റി വോയിസ് ഡെലിവറിങ് ഒക്കെയാണ്. പക്ഷെ ഇതിനൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് പോട്രോണിക്സിന്റെ ആണ്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാനത് സാറ്റിസ്ഫൈഡ് അല്ല. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു പണി കിട്ടി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേപോലെ ഒരു 3 വീഡിയോ ഷൂട്ട് ചെയ്തു. ഞാൻ എല്ലാ ആഴ്ചയും 3 വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്യാണ് ചെയ്യുക, 3-4 വീഡിയോ. അപ്പൊ ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഈ ഗ്രീൻ ലൈറ്റ് കത്തിയില്ല. ഷൂട്ട് ചെയ്ത് അങ്ങനെ പോയി, വോയിസ് വന്നില്ല. പിന്നെ വേണമെങ്കിൽ എനിക്ക് മാറ്റി ഡബ് ചെയ്യാം. അത് എന്തിന്റെ വീഡിയോ വെച്ചാൽ ഒരു വാച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോയ്സിന്റെ. അതിന്റെ അൺബോക്സിംഗ് അല്ല കേട്ടോ, അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തത് ആ വീഡിയോയിലുണ്ട്. അത് നോയ്സിന്റെ റിവ്യൂ, സത്യസന്ധമായ റിവ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധമായ. അപ്പൊ അത് ഇനി ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് റീഷൂട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് കാണാം. സത്യസന്ധമായ ജെന്യുവിൻ ആയിട്ട് അതിൽ കുറെ പ്രോസും കോൺസും ഉണ്ട്. അത് 100% ആയിട്ട് തന്നെ പറയും. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന് ഞാൻ കണ്ട ഒരു ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 level നോയിസ് ക്യാൻസലേഷൻ ആണ്. കാരണം നമ്മളിവിടെ വീഡിയോ ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്തുള്ള സൗണ്ടുകളും അതേപോലെ മഴയുടെ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അത് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ആപ്പാണ്. മോൾ എഡിറ്റ് ചെയ്യുക VN വെച്ചിട്ടും, അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസും നോയിസും ഒക്കെ ഞാൻ ചെയ്യും. എങ്ങനെ വെച്ചാല് നമ്മുടെ യൂട്യൂബിന്റെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതില് നമുക്ക് നോയിസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വളരെ ബെസ്റ്റ് ആപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എഡിറ്റിങ്ങിന്. ഓക്കെ, അതിൽ ആദ്യത്തെ കുറച്ച് ഡ്രോബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഓവറായിട്ടുള്ള കുട്ടിക്കളി പോലത്തെ ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പൊ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, പറയാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലോട് പറയാലോ. അപ്പൊ ഇത് ഗ്രനാരോ. ഇതിന് ഞാൻ കണ്ട ഏറ്റവും ഹൈലൈറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്താ വെച്ചാൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ലെവൽ ഇവിടെ കാണിക്കും. അതില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് ബാറ്ററി കഴിഞ്ഞ് ഓഫായി പോയി നമ്മൾ അറിയില്ല. അപ്പൊ നമുക്ക് വ്ളോഗിങ് തുടങ്ങുന്നതിന് മുമ്പ് അറിയാം ഇത്ര വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. നേരെ ഞാൻ മറ്റേ ബ്ലേഡ് ഒന്നും എടുത്തിട്ടില്ല. വല്ലവന് പുല്ലും ആയുധം. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലവനായിട്ടല്ല കേട്ടോ. അത് പറഞ്ഞ ആരും ട്രോളാൻ നിൽക്കണ്ട കമന്റ് ബോക്സിലൊന്നും. ഞാനിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. ഇനി അങ്ങോട്ട് ബ്ലോഗിംഗ് പാർട്ണർ ആണ് എന്റെ പുതിയ. നമ്മൾ ഹൈപ്പ് വെച്ചൊന്നും ഉണ്ടാക്കണില്ല. ഇതിനെപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് അവരുടെ പാക്കിങ്. ഈ പാക്കിങ്ങിൽ എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ആക്കുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. Type-C കണക്ടർ. പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക്. ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. എവിടെയാണ് ഓൺ? ഓക്കെ, നമ്മുടെ പവർ ബട്ടൺ ഓൺ ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. അതും ഞാൻ മാറ്റി വെക്കുന്നു. പിന്നെ ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ള നോക്കാം. പോലെ A to C കേബിൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ വാറന്റി കാർഡും ബാക്കി കാര്യങ്ങളും, എങ്ങനെ യൂസ് ചെയ്യണം, പെയർ ചെയ്യണം, വാറന്റിക്ക് QR സ്കാൻ ചെയ്യണം, ആസ് യൂഷ്വൽ.
A to C കേബിൾ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് C to C ആണോ A to C ആണോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, യെസ്, ഒരു എക്സ്ട്രാ നോയിസ് ക്യാൻസലേഷൻ A to C തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതന്നെ A to C കേബിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതും മാറ്റി വെക്കുക. ഇനി മൈക്കിലേക്ക് വരാം. ചാർജ് ഉണ്ടോ നോക്കണം. ഇത് ചാർജ് ചെയ്യാൻ നമ്മുടെ അടിയിലാണ് ഇതിന്റെ ചാർജിങ് ഡോക്ക് വരുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ അടിയിലാണ് വരുന്നത്. ഇതൊന്ന് ചാർജ് ചെയ്യണം. ഇതിന്റെ സ്വിച്ച്. ഇത് നല്ലൊരു ഡിവൈസ് ആണ്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് ബ്ലോഗേഴ്സിന്. ഇനി എന്റെ അടുത്ത ബ്ലോഗ് മുതൽ ഇവരാണ് എന്റെ ബ്ലോഗിംഗ് പാർട്ട്ണർ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. ഇതിന്റെ റിവ്യൂ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.